കണ്ടോ, ഞങ്ങൾ ഡാർജിലിംഗിൽ ഇന്നലെ സ്റ്റേ ആയിരുന്നു കേട്ടോ രാത്രി. അതിൻ്റെ അടുത്ത് നമുക്ക് കാഞ്ചൻജംഗ കിട്ടിയതാ. ദൂരെ കാണുന്ന അത്രയേ കിട്ടുന്നുള്ളൂ കേട്ടോ. വെയിലുദിക്കണതിന് ഉദിച്ചനുസരിച്ചിട്ട് നമുക്കത് കിട്ടുന്നുണ്ട്. അങ്ങനെ കാഞ്ചൻജംഗയും കണ്ടു. ഡാർജിലിംഗിലെ റെയിൽപാളമാണ്. ഞങ്ങൾ രാവിലെ ചായ കുടിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ റെയിൽപാളമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് പോകാമെന്ന് ചോദിച്ചാൽ അങ്ങനെ നോക്കുമ്പോൾ ഇത് കണ്ടോ, നമ്മളെ സ്റ്റീം എൻജിൻ, നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ആ സ്റ്റീം എൻജിൻ യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടു. നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാൻ തന്നെ. കണ്ടോ, കൽക്കരിൻ്റെ പുക വേണം നോക്കിയാൽ. ജസ്റ്റ് ഇത് നിന്ന് കാണുന്നായിരുന്നു കേട്ടോ. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ പിന്നെ നമ്മളപ്പോൾ വണ്ടി സമയം ചോദിച്ചപ്പോൾ കറക്റ്റ് നമ്മൾ വന്ന സമയമായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വേഗം ടിക്കറ്റ് എടുക്കാൻ പോയി. അതാ നമ്മുടെ വണ്ടിയാണ് കിടക്കുന്നത്. ടിക്കറ്റ് നിരക്ക് ഭയങ്കര പൈസയാണ്, പക്ഷെ അതൊരു പൈസയല്ല, ഒരാൾക്ക് 1500 രൂപ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുക. എഴുതി കൊടുക്കണം ഇത്ര ആൾക്കാരുണ്ട് എന്നുള്ളതൊക്കെ. $1500 രൂപ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ട്രെയിൻ കയറാനായിട്ട് ഇതാ കാത്തു നിൽക്കുക. സമയമുണ്ട് ഓരോ ട്രെയിന്, നമ്മളെ ട്രെയിനിന് സമയമുണ്ട്. ഓരോരുത്തർക്ക് സീറ്റ് നമ്പറൊക്കെ ഉണ്ടാണ്, പേടിക്കാനൊന്നുമില്ല. അത് ഞങ്ങൾ നേരെ ട്രെയിൻ കയറാനായിട്ട് ഓടും. അറിയില്ല, ഉണ്ടാവും. ഇത്ര നമ്മൾ വിചാരിച്ചിട്ടില്ല ഡാർജിലിംഗ് നിന്നിട്ട് ഈ ട്രെയിനിൽ കയറുന്നു. കണ്ടോ, അതെ, ചിക്ക് പറഞ്ഞാൽ അച്ഛൻ്റെ ഫസ്റ്റ് ട്രെയിൻ യാത്ര ഡാർജിലിംഗ്. തീവണ്ടി അതാ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളുടെ വണ്ടി കേട്ടോ പോണേ. അത് വണ്ടീൻ്റെ അത് എൻജിനാണ്, അത് ഇപ്പുറത്ത് കൊണ്ടൊന്ന് ഘടിപ്പിക്കാൻ വേണ്ടി പോകുന്നു. കേട്ടോ, പോകാൻ നോക്കിയേ. ആ ട്രെയിനാണ് നമ്മൾ കയറിയത്. അത് ഇപ്പുറത്ത് കൂടി വന്നിട്ട് അതിനെ ലോക്കാക്കിയിട്ടാണ് പോകുന്നത്. എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും കണ്ടോ, നല്ല രസമല്ലേ അതൊക്കെ ഒച്ച വെക്കാൻ തന്നെ. थोड़ा बस हो गया ഇതിന്റെ പുക നോക്കി ഭയങ്കര പുകയായിരുന്നു കേട്ടോ. വണ്ടി ആദ്യം തന്നെ കൽക്കരി വണ്ടി പോകാൻ പറ്റിയാൽ എന്റെ ഭാഗ്യം. രണ്ടല്ലേ, രണ്ട് പോയി.
പക്ഷേ ഇത് ഞങ്ങൾ ഇരിക്കുകയാണെങ്കിൽ കേട്ടോ, പക്ഷേ കൽക്കരിയൊക്കെ നമ്മുടെ തലയിലൊക്കെ ഇങ്ങനെ വീഴുന്നുണ്ട്. അപ്പോൾ അതിൽ എൻജിൻ ഡ്രൈവറൊക്കെ സമ്മതിക്കണം കേട്ടോ. അതുകൊണ്ട് പുക ഉണ്ടോ, നമ്മൾ പരസ്യം കാണുന്ന പോലെ അവരുടെയൊക്കെ ശ്വാസകോശം പോലെയാണ്. അത് നോക്കുമ്പോൾ ഈ പൈസ ഒന്നും ഒരു പൈസ അല്ല കേട്ടോ. 1500 രൂപ അങ്ങനെ അവരത്ര കഷ്ടപ്പെടുന്നുണ്ട്. ഇതിപ്പോൾ കണ്ടോ, ഒരു 2-3 സ്റ്റേഷനിൽ നിർത്തണം. ഒരു സ്റ്റേഷനിൽ നിർത്തി കൽക്കരി ആ കരിയൊക്കെ കോരിക്കളഞ്ഞിട്ട് പിന്നെ അടുത്തത് നടക്കുന്നുണ്ട് കേട്ടോ. അതിനാണ് അവർ നിർത്തണം. അപ്പോൾ ആ ഓരോ സ്റ്റേഷനിൽ നിർത്തുമ്പോൾ അവർ ഇത്ര ടൈം പറയും നമ്മളോട്. അപ്പോൾ നമുക്ക് അവിടെ ഇറങ്ങാം, പിന്നെ അവിടുത്തെ സൈറ്റൊക്കെ കാണാം, ഫോട്ടോ എടുക്കാം. പിന്നെ സാധനങ്ങളുണ്ട്, കണ്ടില്ലേ, പിന്നെ അത് ജീവിക്കുന്ന ഒരുപാട് ഡ്രസ്സുകളുണ്ട്. നമ്മളൊരു ഷാള് വാങ്ങി കൂട്ടത്തിൽ. നമ്മൾ വന്ന ട്രെയിനാട്ടോ കിടക്കുന്നത്. 15 മിനിറ്റിൽ 10 മിനിറ്റായി. 5 മിനിറ്റും കൂടി ഉണ്ട്. വഴിയിൽ നിന്ന് സൈഡിലൊക്കെ കച്ചവടമുണ്ട്. സെക്ടറും തണുപ്പിന് ഇടുന്ന എല്ലാ ഡ്രസ്സുകളും. കൽക്കരി തിന്നും തീവണ്ടി, വെള്ളം മോന്തും തീവണ്ടി, രാപകലോടും തീവണ്ടി, തീവണ്ടി. കേട്ടിട്ടുള്ളത് ശരിക്കും ഞങ്ങൾ സ്റ്റീം എഞ്ചിനുള്ള തീവണ്ടിയിൽ കയറി. എഞ്ചിൻ ഡ്രൈവർമാർ കണ്ടോ, നമ്മളെ എഞ്ചിൻ ഡ്രൈവർമാരാണ്. ഇതിലൊക്കെ സമ്മതിക്കണം. ഇതിലാട്ടോ നമ്മൾ വന്നാവും തോന്നുന്നു നമുക്ക്. ഇവരെ പുകയാണ്, ഇവർക്ക് ചൂടും പുകയും കൊണ്ടിട്ട് ഇവർ അതിലിരിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ സമ്മതിക്കും. ഞങ്ങൾക്ക് കണ്ടിട്ട് ഭയങ്കര പുകയും കൊണ്ടിരിക്കണ ഇവരാണ് ഇവരെ പുകയാണ്. നമ്മൾ എഞ്ചിൻ്റെ ഡ്രൈവറാണ്. കൽക്കരി കോരിയിടുന്ന നോക്ക്, തീ നോക്കിയേ. ആ ഇതിപ്പോൾ പുറപ്പെടും കേട്ടോ. കരിയൊക്കെ എടുത്ത് കളയണം. ഇനി തിരിച്ച് ഞങ്ങളെ ഡാർജിലിംഗിൽ തന്നെ ഗും എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് ഇപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഡാർജിലിംഗ് ഹിമാലയ റെയിൽവേ സ്റ്റേഷൻ ലോബ്സ്. ഇതാണ് പറഞ്ഞോ. ഇത് ഹിമാലയത്തിലെ ഏറ്റവും ടോപ്പിലുള്ള മൗണ്ടൻ. ഇത് റെയിൽവേ ആണ്. ഇത് 11:20 മിനിറ്റോടെ ഉണ്ട്. നമ്മുടെ ട്രെയിൻ ഇപ്പൊ അടിച്ചു തുടങ്ങിയിട്ടുള്ളൂ. ഇനി അതിനകത്ത് എഞ്ചിനൊക്കെ നിറയ്ക്കാനുണ്ട്. കൽക്കരിയൊക്കെ ഒരു കാണാനുണ്ടായിരുന്നു സീനറിയൊക്കെ അവിടുത്തെ ടോപ്പിലെ. പിന്നെ നടക്കണം കേട്ടോ, തിരിച്ചു പോകാനുള്ളത്. ഇവിടം വരെ ഉള്ളൂ വണ്ടി. കൽക്കരി അടിയിൽ കത്തനുണ്ട. അല്ല, കൽക്കരി കുത്തി നിറച്ചതാ, കത്തിച്ചത് ഇപ്പം അടക്കും കേട്ടോ. അതാ ഇതിലോട്ട് വാരിയിടാനേ. കൽക്കരി തിന്നും തീവണ്ടി, വെള്ളം മോന്തും തീവണ്ടി, രാപകലോടും തീവണ്ടി, തീവണ്ടി. പാട്ടിനെ അനർത്ഥമാക്കിക്കൊണ്ട് നമ്മൾ നീലഗിരിയിൽ ഡാർജിലിംഗിൽ നമ്മൾ ട്രെയിനിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. ഇറങ്ങി അടുത്ത ട്രെയിൻ പുറപ്പെടാൻ നിൽക്കുമ്പോൾ ഒരു ഫോട്ടോ എടുത്തതാണ്. ഇറങ്ങുമ്പോഴേക്കും ഞങ്ങളെ മേത്തപ്പൊടിയും കരിയും പുകയൊക്കെ ആയിരുന്നു കേട്ടോ. ഈ കൽക്കരിൻ്റെ തലമുടിയിലൊക്കെ നിറച്ചും ഉണ്ടായിരുന്നു, വെളുത്ത്. ഇവിടെ ബ്ലോക്കായി. ആ ട്രെയിൻ വന്നതിൻ്റെ ബ്ലോക്കാട്ടെ കാണുന്നത്. ജാമാണ് കേട്ടോ. ട്രെയിൻ വന്നിട്ട് ട്രാഫിക് ജാമായിട്ട് ട്രെയിൻ നിർത്തിയിട്ടേക്കുന്നില്ല.
റോഡിലൊക്കെ ഫുൾ വണ്ടി ജാമായിട്ട് കിടക്കണേ. ട്രെയിനും അതുകൊണ്ട് ജാമായതാ. ഇപ്പോൾ പുറപ്പെടും. ഇതാ പുറപ്പെടും. അങ്ങനെ ഞങ്ങൾ ഗൂമിലൊരു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഗൂം എന്നൊരു സ്ഥലത്ത് ഒരു മൊണാസ്ട്രി ഉണ്ടായി. പഴയ മൊണാസ്ട്രിയാണ്. അത് കാണാൻ ഞങ്ങൾ പോയി. കുറച്ച് നടക്കാനുണ്ടായിരുന്നു. വണ്ടി അങ്ങോട്ടേക്ക് കയറ്റില്ലായിരുന്നു. മൊണാസ്ട്രി എപ്പോഴും ഒരു രസമാണല്ലോ കാണാൻ. തോളുണ്ടാവും. ടൂറിസ്റ്റുകൾ കുറവായിരുന്നു. കാരണം അവിടെ എന്തോ മെയിൻ്റനൻസ് നടക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നടന്ന് വിശന്നിട്ട് പാടുണ്ടായില്ല. അപ്പം ഞങ്ങൾ റോഡ് സൈഡിലൊക്കെ ഇവരുടെ വീടും ഒക്കെയാണ് ഫുഡ്. അവിടെ നിന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഉണ്ടാക്കി തരണേ കേട്ടോ. എന്നിട്ട് ഇനി മോമോസ് ആകണം. ഇതാ ചേച്ചി പരത്തുന്നുണ്ട്. അമ്മച്ചി നിങ്ങൾ ഓടിച്ചോ? മോമോസ് ചൂടാകുന്നുണ്ട് കേട്ടോ കടയിൽ. മോമോസ് മോമോ കഴിക്കാൻ കയറിയതാണ്. മോമോ ചേച്ചി മോമോ എടുക്കുന്നുണ്ട്. മൊണാസ്ട്രി പോയിട്ട് അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ ഫുഡ്. എന്തോ ഒരു പൊരിച്ചൊരു നമ്മളിറച്ചി പത്തലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ഇതായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. തിന്നാനും നല്ല ടേസ്റ്റുമായിരുന്നു. തിരിച്ച് ഞങ്ങൾ ഡാർജിലിങ്ങിൻ്റെ തെരുവീതികളിൽ കൂടി ഞങ്ങൾ രാത്രി ഇറങ്ങിയതാട്ടോ. ഇതുണ്ടോ ചിഞ്ചാനെ വിളിക്കണം കേട്ടോ. ചായ വേണോ? സ്റ്റാഫ് വേക്കൻസി ഉണ്ട്. നമുക്കിവിടെ നിന്നാലോ? ഇല്ല, അതിനകത്തില്ല. ഒരുപാട് സാധനങ്ങൾ രസമാട്ടോ. രണ്ട് സൈഡിലും ഒരുപാട് സാധനങ്ങളൊക്കെ. ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അയാൾ പുറകിൽ എന്തോ ഭാണ്ഡം പോലെ ചുമന്ന് പോകുന്നുണ്ട് കേട്ടോ. വിൽക്കാൻ കൊണ്ടുപോകണം. ചുമലിലേറി ഭാരം കൊണ്ട് നടക്കുന്നു. ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ ഇവിടെ. ഡാർജിലിംഗിൽ ഞങ്ങളൊരു ബേക്കറി കയറിയത് കേട്ടോ. ചായയും മുട്ടപ്പപ്സ് ഇല്ല. മുട്ടപ്പപ്സ് ഇല്ല. ബാക്കി എല്ലാ സാധനം ഇങ്ങനെ എടുക്കണം. ചെഞ്ചു എടുക്കണണ്ട. ഓരോന്ന് ഇങ്ങനെ എടുത്തിട്ട് അവരുടെ അടുത്ത് കൊടുത്ത് അവര് ചൂടാക്കി തരും. ബേക്കറി സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്കെന്തെങ്കിലും ഒന്ന് വെച്ചേഞ്ചു. ചിഞ്ചു എനിക്ക് എടുത്തെന്തെങ്കിലും.
അതിങ്ങനെ എടുത്തിട്ട് അവരുടെ കൊടുത്ത് ഇതാക്കി തരും. ഒന്ന് സെറ്റ് ആയിട്ടില്ല കേട്ടോ. അവൻ പറയണത് എല്ലാം അവൻ പറയുന്നുണ്ട് ഓരോന്നോരോ. കുറെ കണ്ടപ്പോൾ അവൻ ഏതെടുക്കണമെന്ന് അറിയില്ല. അവൻ അന്വേഷിച്ച് നടക്കുന്നു അവൻ്റെ സാധനം. പിന്നെ ഡോണറ്റ് പോലത്തെ മതി. നീ ഇനിയും സെറ്റാക്കിയിട്ടില്ലടാ, പോയി എടുക്കട വേഗം. ഇതെന്തൊരു സാധനങ്ങളാ? അത് വേണോ? ഇതാ മഫിൻസ് എടുത്ത് മാമ. ഇതാ ഇത് എനിക്ക് മാത്രം തിന്നാനുള്ള ചിക്കൻ പാഫ്. എന്താ പറയുന്നത്? കൊള്ളാന്നാണോ? ഇത് ഞാൻ മേടിക്കാനുള്ള കാരണം തന്നെ ഇവിടെ മുട്ട പൊരിച്ചില്ല. എല്ലാവരും ആസ്വദിച്ച് കഴിക്കുകയാണ് ഫ്രണ്ട്സ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും തെരുവീതികളിൽ കൂടി നടക്കുകയാണ് ഫ്രണ്ട്സ്. നല്ല രസമായി ഇങ്ങനെ നടക്കുക. ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. ചുമ്മാ കണ്ടു നടക്കുന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. കണ്ടോ ബാഗുകൾ. ഇതിൻ്റെ ഒരു ബാഗ് ചിക്ക് വാങ്ങി കേട്ടോ. ചിക്ക് വാങ്ങി. ടീ ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. അതിന് കുറേ ഏരിയ ഉണ്ട്. ഡാർജിലിംഗ് ടീ ഞങ്ങൾ വാങ്ങിയായിരുന്നു. ഡാർജിലിംഗ് ടീ അത് വാങ്ങി എന്തായാലും. ഇവിടെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ ഫ്രീ ടീ. ഈസ്റ്റേൺ ആർട്സ്, സിൽവർ ജ്വല്ലറി ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടോ. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.